ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതു ജാനകിയോടും വിജയപത്മനോടും കൂടി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. സേതുയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഭാവന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളെ ആരെയും അറിയിക്കാത്തത്? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി ചോദിക്കണം എന്ന് പറയണം. വിജയപത്മൻ പറയുന്നുണ്ട്, ഭാവന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഭാവന ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി ഒന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടിയിട്ട് ഭാവനയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ഭാവനയെ വിളിച്ചുകൊണ്ട് സൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജയനിർമ്മലയാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇവരെ കാണുന്ന സമയത്ത് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത്? എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ജയനിർമ്മല പറയാണ്. അപ്പോൾ സേതു പറയണേ, ഞങ്ങൾ എല്ലാ സത്യവും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജയനിർമ്മല ഒന്ന് പതറുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സൂര്യ ആയതുകൊണ്ട് എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജാനകിയും വിജയപത്മനും സേതു ഒന്നങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കാൻ, നിങ്ങളല്ലേ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവൾ സ്നേഹിക്കുന്ന ആളാണെന്ന് പിന്നെ എന്താ ഇപ്പൊ മാറ്റി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല പറയണ, ആര് പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഭാവന പറഞ്ഞോ? സൂര്യ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അന്ന് നിങ്ങൾ വന്ന സമയത്ത് അകത്തേക്ക് ഇരിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ തന്നെയല്ലേ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയത്? ജാനകി പറയണം, ഞങ്ങൾ കേട്ടല്ലോ നിങ്ങൾ പോലീസിനോട് പറയുന്നത്. മാനസ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറയണ. അത് പോലീസിനോട് ഞങ്ങൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കള്ളം മാനസ ആ സമയത്ത് പറഞ്ഞത്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭാവനയുടെയും സൂര്യയുടെയും തന്നെയാണ്. പക്ഷേ കേസിൽ നിന്നും ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് മാനസ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ജാനകി ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ സൂര്യയുടെ പേര് മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പൊ സേതു പറയാണ്, ഇനിയിപ്പോ ഭാവനയ്ക്ക് എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത്? സൂര്യയെ അച്ഛന്റെ സ്ഥാനത്താണെങ്കിൽ അമ്മയായി വരുന്നത് മാനസയല്ലേ? പിന്നെ ഭാവനയ്ക്ക് ഇവിടെ എന്താണ് സ്ഥാനമുള്ളത്? ഭാവനയ്ക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് സേതു ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടതോടുകൂടി നിർമ്മല പതറിങ്ങോണ്ട് പറയുകയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എനിക്ക് ഉത്തരം പറയാനില്ല എന്ന് പറയട്ടോ. അപ്പോൾ ജാനകി പറയണം, ആ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമല്ലേ ഞങ്ങൾ ചോദിച്ചത്, അതുകൊണ്ടാണ് ജയനിർമ്മല ഇങ്ങനെ പതറുന്നത്. അപ്പോൾ സേതു പറയാണ്, വല്യമ്മേ, ഇതിപ്പോ ആ കുഞ്ഞ് ഭാവനയ്ക്കും സൂര്യക്കും ഒരു വയ്യാവേലി ആവാനാണ് സാധ്യത എന്ന് പറയട്ടോ. അപ്പോഴൊക്കെ ജയനിർമ്മല പതറിങ്ങൊണ്ടാണ് കള്ളത്തരത്തിലൂടെയാണ് അവരെയൊക്കെ നോക്കുന്നത്. മനസ്സിൽ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ജാനകി പറയാണ്, എവിടെയാ ഭാവന? ഭാവനയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് ജാനകി ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഞങ്ങളിൽ നിന്നും ഇക്കാര്യമൊക്കെ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭാവന ചോദിക്കുകയാണ്, എങ്ങനെയാണ് വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഇക്കാര്യം അറിഞ്ഞത്? ഭാവനയുടെ കൂട്ടുകാരി ആ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞത്. വീട്ടിലുള്ളവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഭാവന മനസ്സിലിങ്ങനെ കരുതുകയാണ്, ഞാൻ പേടിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരികയാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവനയോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ നിനക്ക് ഇവിടെ എന്ത് റോളാണ് ഉള്ളത് എന്ന് ചോദിക്കും. അവനെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഭാവനയും ജാനകിയും കൂടി സംസാരിക്കുന്നത് പതുക്കെ ഒളിഞ്ഞും കൊണ്ട് വരികയാണ് ജയനിർമ്മല. എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് ജാനകി ഇങ്ങനെ ഒരു ചോദ്യം പറയുന്നത് കേൾക്കുമ്പോൾ, അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഭാവന ജീവിക്കുന്നത് പോലെ തന്നെ ഇവിടെ ജീവിക്കും. എന്തിനാണ് വെറുതെ എഴുതാപ്പുറമൊക്കെ നിങ്ങൾ വായിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ജയെ, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇക്കാര്യം ചോദിച്ചത്. എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാവനയെ നിങ്ങൾ വേദനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാവും പിന്നീട് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാവും ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ഒരു വെല്ലുവിളി പോലെയാണ് കേട്ടോ ജാനകി ജയനിർമ്മലയോട് പറയുന്നത്. അങ്ങനെ ജാനകി പോയി കഴിഞ്ഞ ശേഷം ഭാവന പറയാണ് ജയനിർമ്മലയോട്, വല്യമ്മയുടെ സ്വഭാവം ആൻറ്റിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഒന്നും കാര്യമാക്കണ്ട എന്ന് ഒരു വിഷമത്തോടു കൂടി പറഞ്ഞ ശേഷം ഭാവന റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ജയനിർമ്മല മനസ്സിൽ കരുതുന്നുണ്ട്, ആ ജാനകി, എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നിനക്ക് എന്നെ അറിയില്ല എന്നൊക്കെ മനസ്സിൽ ഒരു ഉദ്ദേശം വെച്ച് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ഭാവന റൂമിൽ പോയ ശേഷം ഓരോന്നും ആലോചിച്ച് പൊട്ടിക്കരയുകയാണ് കേട്ടോ. മാനസ സൂര്യയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ച ഓരോ കാര്യങ്ങളും ഭാവനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. മാനസ സൂര്യയെ സ്വന്തമാക്കാൻ വേണ്ടി കളിച്ച കളികളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ ഭാവന അത് ഓർത്തും കൊണ്ട് കരയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത്. അപ്പോൾ സൂര്യയ്ക്ക് ഭാവന
ഭാവന കരയുകയാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ എന്ത് പറ്റി, നിനക്ക് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞോ നിന്നെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആൻറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുകയാണ്, ഇന്ന് വല്യച്ഛനും വല്യമ്മയും സേതുവേട്ടനും കൂടി ഇവിടേക്ക് വന്നിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ പേടിച്ചതുപോലെ ഭാമയുടെ കൂട്ടുകാരി എല്ലാ കാര്യങ്ങളും ഭാമയോട് പറഞ്ഞു. അതറിഞ്ഞ കാരണമാണ് അവരിവിടേക്ക് വന്നത്. എനിക്കെന്തോ ആകെ പേടിയാകുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല. എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. ഇതുവരെ ഇല്ലാത്ത പേടിയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും, എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഭാവനയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഭാവന പറയുന്നത്, ആൻറ്റിയുടെ അസുഖം മാറിയാൽ എല്ലാ കാര്യവും ശരിയാവും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ആൻറ്റി ഇപ്പോഴും പഴയ സ്വഭാവത്തിൽ നിന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. സൂര്യയെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ആൻറ്റി എന്തെങ്കിലും കളിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് സൂര്യ എന്ന് പറയാണ്. അപ്പോൾ അമ്മ എന്ത് കളിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് കളയുകയില്ല. നമ്മളെ പിരിക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല. അമ്മ പലതവണ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിന്റെ കൂടെ ഞാൻ നിന്നിട്ടില്ലേ, ഇനിയും അങ്ങനെ തന്നെയാവും. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം ജയനിർമ്മല ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭാവന ജയനിർമ്മലയെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജയനിർമ്മല കേൾക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭാവനയെ നോക്കുന്നത്. സൂര്യ ഭാവനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ഒന്നും തന്നെ ജയനിർമ്മലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ ഞാൻ ഇവിടെ നിന്നും ഒഴിവാക്കും, എന്നിട്ട് എൻ്റെ സൂര്യയെയും മാനസയെയും ഞാൻ ഒന്നിപ്പിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് ജയനിർമ്മലയുടെ മനസ്സിലുള്ളത്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പോസ്റ്റ്മാന് ഒരു ലെറ്ററുമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അത് ദേവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ദേവൻ അത് പൊട്ടിച്ച് വായിക്കുകയാണ് കേട്ടോ. അത് കണ്ടതോടുകൂടി ദേവൻ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ദേവൻ സൂര്യയെയും ഭാവനയെയും ജയനിർമ്മലയും ഒക്കെ വിളിച്ചോണ്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ജയനിർമ്മല എന്താണ് ദേവട്ട, എന്തു പറ്റി, എന്താണ് എന്നൊക്കെ ചോദിച്ച് പരിഭ്രമിച്ചുകൊണ്ട് വരികയാണ്. സൂര്യയോടും ഭാവനയോടും ജയനിർമ്മലയോടും കൂടി ദേവൻ പറയുകയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് മാനസയുടെ അച്ഛനും അമ്മയും വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു. ആ നോട്ടീസാണ് വന്നിട്ടുള്ളത്. അത് കേട്ടതോടുകൂടി അവരെല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ബഹളം കേട്ട് മാനസ കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് മാനസയുടെ മുന്നിൽ വെച്ച് ദേവൻ പറയുകയാണ്, അജയനും പ്രസീതയും വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എഴുതിയിട്ടുള്ളത് മാനസയെ നമ്മൾ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും നമ്മൾ 3 പേരും കൂടി ചേർന്നാണ് മാനസയെ ഭീഷണിപ്പെടുത്തി സരോഗസി വഴി ഗർഭം ധരിപ്പിച്ചത് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല. ഇതെങ്ങാനും കേസായി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ എല്ലാവരും ഉണ്ടതെന്ന് ജയിലിൽ കഴിയേണ്ടി വരും എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മാനസയൊക്കെ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് ജയനിർമ്മലയും. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം മാനസയും അമ്മയും തന്നെയാണ്. ഞങ്ങളോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെയാണ് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുത്തത്. ഇതിന്റെ ഫലം ഇപ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത് കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോൾ ജയനിർമ്മല അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അതെല്ലാം ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ജയനിർമ്മലയുടെ മനസ്സിൽ കേസിൽ നിന്നും ഒഴിവാവാൻ മറ്റൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും ഈ കാര്യം നിൽക്കുകയില്ല, ഇത് ആകെ പ്രശ്നമാവാനാണ് പോകുന്നത് എന്ന് ദേവൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭാവനയൊക്കെ പരിഭ്രമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഭാവനയുടെ മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത വന്നു പോകുന്നുണ്ട്, ഇനി എങ്ങാനും ആൻറ്റി ഇനിയിപ്പോൾ ഇത് വെച്ച് കളിക്കാൻ തുടങ്ങും. ഈ കേസിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി മാനസയെ കൊണ്ട് സൂര്യ എൻ്റെ ഭർത്താവാണെന്ന് കോടതിക്ക് മുന്നിൽ പറയിപ്പിക്കും. അതോടുകൂടി പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സൂര്യയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായി പടിയിറങ്ങി പോവേണ്ടി വരും എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടി ആലോചിച്ചിട്ടാണ് ഭാവന നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ജയനിർമ്മല ആൻറ്റിയും സൂര്യയും ഭാവനയും ദേവനും ഒക്കെ അകത്താവും എന്നുള്ള കാര്യം മാനസയോട് പറയും. ആ സമയത്താണ് മാനസ ഇക്കാര്യം പറഞ്ഞാൽ അതോടുകൂടി കോടതിക്ക് മുന്നിൽ വലിയൊരു തെളിവാണ് മാനസയ്ക്ക് വീണ് കിട്ടുക. അതോടുകൂടി മാനസയുടെ അച്ഛനും അമ്മയും വിചാരിച്ചോടത്ത് തന്നെ കാര്യങ്ങൾ എത്തും എന്നൊക്കെയാണ് കേട്ടോ ഭാവനയ്ക്ക് മനസ്സിലാകുന്നത്. പിന്നീട് അജയനും പ്രസീതയും വനിതാ കമ്മീഷന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അജയൻ പ്രസീതയോട് പറയുകയാണ്, ഇന്ന് നമ്മുടെ വിജയമാണ്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ദിവസമാണ്. മാനസയ്ക്ക് ഒരു നല്ല ജീവിതം തന്നെ കിട്ടും, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടും. ഭാവനയെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്നും പടിയിറക്കി വിടുകയും ചെയ്യാം. ഇനി സൂര്യയുടെ ജീവിതത്തിൽ ഭാവനയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വനിതാ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാനസയും കൂട്ടി അവരെല്ലാവരും വരികയാണ്.